അളിയൻ അയോഗ്യനായോ എന്നാണ് ചോദ്യം. അളിയൻ ഇങ്ങനെ ഇത്തരം നിയമനങ്ങളുടെ അലുവയുമായി ഈ ക്യാബിനറ്റിലേക്ക് ഇനി വരരുത് എന്ന് ഇന്നലെ ആരോ വെടുപ്പായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒടുവിൽ ആ തീരുമാനം വന്നിരിക്കുന്നത്. നോക്കൂ, ഈ വിഷയത്തിൽ ആത്യന്തികമായി പ്രതിച്ഛായ നഷ്ടം ആർക്കാണ്? ഒന്ന്, ഈ ക്യാബിനറ്റിലെ ആദ്യത്തെ പ്രതിച്ഛായ നഷ്ടം സണ്ണി ജോസഫിനാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതേയല്ല. സണ്ണി ജോസഫിനെ പോലെ ഒരു വക്കീലിൻ്റെ ഭാഗത്തു നിന്ന് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ സുത്യർഹമായ സേവനമൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാതെ വലിയ തർക്കങ്ങളുടെയൊക്കെ നടുവിൽ എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ തട്ടിമുട്ടിപ്പോയി ഒരു വിവാദങ്ങൾക്കും അദ്ദേഹമായിട്ട് ഇട നൽകാത്ത രീതിയിൽ മാധ്യമങ്ങളുടെ കരുതലായി പ്രതികരിച്ചൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അധികാരമേറ്റ ഒരു മാസം തികയും മുമ്പ് ആദ്യത്തെ പ്രതിച്ഛായ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. അത് സണ്ണി ജോസഫിനാണ്. അനാവശ്യമായ ഒരു നിയമനമായിരുന്നു അത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിലെ നേതാക്കൾക്കടക്കം അറിയാം. ഗത്യന്തരമില്ലാതെയാണ് അവർ KPCC പ്രസിഡൻ്റായി പോയില്ലേ. നോക്കൂ, KPCC പ്രസിഡൻ്റായിരിക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? എനിക്കതാണ് മനസ്സിലാവാത്തത്. ഇങ്ങനെ ഒരു നിയമനത്തിൻ്റെ ശുപാർശ വന്നത് അദ്ദേഹം പറയുന്നത് പോലെ DCCയിൽ നിന്നാണെന്ന് തന്നെ ഇരിക്കട്ടെ, അത് ആദ്യം തടയേണ്ടത് സണ്ണി ജോസഫാണ്. DCCയിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ അപകടം തിരിച്ചറിയണം. കാരണം എന്താ, നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഉന്നയിച്ച ബന്ധു നിയമനങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കിയ 29 ബന്ധു നിയമനങ്ങളാണ് ഈ LDF സർക്കാരിൻ്റെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്ന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഇതേ സണ്ണി ജോസഫ് അടക്കമുള്ളവർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉന്നയിച്ചത് 29 എണ്ണം. അതിൽ പലതും ഒരു മെറിറ്റുമില്ലാത്ത ആരോപണങ്ങളായിരുന്നു കേട്ടോ. കാര്യം യോഗ്യതയുള്ളവർ തന്നെയായിരുന്നു പല പരീക്ഷകളിലൂടെയും വന്നത്. പക്ഷേ അതല്ലാത്ത ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ EP ജയരാജൻ്റെ നിയമനം രാജിയിലേക്ക് പോയില്ലേ. സുധീർ നമ്പ്യാരുടെ നിയമനം KSIDCയിൽ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. സ്വന്തം മന്ത്രിസ്ഥാനം തന്നെ നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ടായില്ലേ. ഒടുവിൽ അദ്ദേഹം തിരിച്ചു വന്നു. കാര്യം അതിൽ നിന്ന് അദ്ദേഹത്തെ കുറ്റമുക്തനാക്കി. അദ്ദേഹത്തിന് നേരിട്ട് അല്ലെങ്കിൽ അത് തെളിയിക്കാൻ അതിൽ സാധ്യമായില്ല. രണ്ടാമത് KT ജലീൽ ലോകായുക്തയിൽ നിന്ന് തിരിച്ചടി നേരിട്ടില്ലേ. KT അദീപിനെ നിയമിക്കുമ്പോൾ അതെവിടെ ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോഴെല്ലാം വലിയ രീതിയിൽ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയവർ തന്നെ സ്വന്തം നിയമനം നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ സണ്ണി ജോസഫ് ഒരു ഇരട്ട ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. അത് പാലിച്ചില്ലെന്ന് മാത്രമല്ല, രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഒന്ന്, അതിൽ നിയമനത്തിൽ ജാഗ്രതക്കുറവുണ്ടായി. രണ്ട്, അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ച് കൂടുതൽ വഷളാക്കി. ന്യായീകരണത്തിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ആ ന്യായീകരണത്തിൻ്റെ ഭാഗമായിട്ട് പറയാണ് മൊറാർജി ദേശായി സ്വന്തം മകനെ ക്യാബിനറ്റിൽ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് ഉൾപ്പെടുത്തിയിരുന്നില്ലേ എന്ന്. ഏത് മൊറാർജി ദേശായി? അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടിക്കെതിരെ രംഗത്ത് വന്ന മൊറാർജി ദേശായി ആണോ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഉദ്ധരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. മൊറാർജി ദേശായി കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നപ്പോഴല്ല സാർ അദ്ദേഹത്തിൻ്റെ മകനെ കാന്തിലാൽ ദേശായിയെ കൊണ്ടുവന്നത്. കാന്തിലാൽ ദേശായി ആയിട്ട് വരുന്നത് ഇന്ദിരാഗാന്ധിയെ അധികാരത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം സ്ഥാപിച്ച മൊറാർജി ദേശായി സർക്കാരിൻ്റെ കാലത്താണ്. അന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, 81 വയസ്സായി, എൻ്റെ കൈ പിടിക്കണമെങ്കിൽ എനിക്കൊരു മോൻ വേണം, അതുകൊണ്ട് ഞാൻ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയെന്ന് ദുർബലമായ ആരോപണമാണ്, ദുർബലമായ പ്രതിരോധമാണെന്ന് മൊറാർജി ദേശായി നയിച്ചത്. സണ്ണി ജോസഫിന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. മൊറാർജി ദേശായിക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, 81 വയസ്സുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മകൻ കാന്തിലാൽ ദേശായി ഉണ്ടെങ്കിൽ എനിക്ക് എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോകുന്നതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് സാർ അന്ന് കാന്തിലാൽ ദേശായിയെ നിയമിച്ചതെന്നാണ് മൊറാർജി ദേശായി തന്നെ പറഞ്ഞത്. ഒടുവിൽ എന്ത് സംഭവിച്ചു ആ നിയമനത്തിന്? കാന്തിലാൽ ദേശായിയും അന്ന് ഹോം മിനിസ്റ്റർ ആയിരുന്ന ചരൺ സിംഗിൻ്റെ ബന്ധുക്കളും കൂടി ബന്ധു നിയമനം നടത്തി വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. 80 ലക്ഷം രൂപയുടെ ഒരു സാമ്പത്തിക ആരോപണം ഈ കുടുംബത്തിന് നേരെ വന്നു, ആ സർക്കാരിന് നേരെ വന്നു, കാന്തിലാലിന് നേരെ വന്നു. ഒടുവിൽ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് രാജ്യസഭയിൽ പ്രമേയം വന്നു. സ്വന്തം മകൻ്റെ നിയമനം ഉണ്ടാക്കി പുലിവാലി പിടിച്ചു മൊറാർജി ദേശായി. വൈദ്യലിംഗം കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ നിയമിച്ചു. ഈ കാര്യങ്ങളൊന്നും അറിയാതെയാണ് KPCC പ്രസിഡൻ്റായ ഇപ്പോഴത്തെ മന്ത്രിയായ സണ്ണി ജോസഫ് ഈ മൊറാർജി ദേശായിയുടെ മകൻ്റെ കാര്യം പറഞ്ഞത്. അത് അങ്ങേയറ്റം വഷളായ രൂപമയാണ്, തെറ്റായ രൂപമയാണ്, അത് അബദ്ധജടിലമായ രൂപമയാണ് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ബന്ധു നിയമനം നടത്തിയത് ആരൊക്കെയുണ്ട് എന്നൊന്ന് പെട്ടെന്ന് പരിശോധിച്ചത് ഏതാണ്? അതെ, പെട്ടെന്ന് ChatGPT ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ. പക്ഷേ മൊറാർജി ദേശായി കോൺഗ്രസ് വിറ്റ് ജനതാ പാർട്ടിയിൽ പോയി ഇന്ദിരാഗാന്ധിക്കെതിരെ പോരടിച്ച് ഇന്ദിരാഗാന്ധി ജയിലിലാക്കിയ ആളാണ് മൊറാർജി ദേശായി. ആ മൊറാർജി ദേശായി ആണോ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിന് ഉദാഹരിക്കാനുള്ളതെന്നുള്ളതാണ് അത്ഭുതം. അപ്പോൾ അത് ആ ധൃതിയിൽ പെട്ടെന്ന് പോയതാണ്. നമുക്കത് അവിടെ വിടാം. രണ്ടാമത്തെ ന്യായീകരണമോ? ആദ്യത്തെ ഒരു ന്യായീകരണം നമ്മൾ കേട്ടു. ആ ന്യായീകരണത്തിൽ പറഞ്ഞത് മറ്റു വകുപ്പിൽ അദ്ദേഹത്തെ നിയമിക്കാനുള്ള കാപട്യമൊന്നും ഞാൻ കാണിക്കത്തില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ അളിയനെ മറ്റു വകുപ്പിൽ നിയമിച്ചു എന്നൊരു ഒരു 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 വിമർശനം കേൾക്കാൻ ഞാൻ, അല്ലെങ്കിൽ ഒരു കാപട്യം ഞാൻ കാണിക്കില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വകുപ്പിൽ തന്നെ നിയമിച്ചു എന്നുള്ളതാണ്. എന്ത് ന്യായീകരണമാണ് എൻ്റെ പ്രിയപ്പെട്ട സണ്ണി ജോസഫ് വക്കീൽ. സണ്ണി വക്കീൽ പറയാണ്, ഇന്നലെ KPCCയിൽ രൂക്ഷമായ വിമർശനം ഉണ്ടായതിനു ശേഷം
മാതൃകാപരമായ പൊതുപ്രവർത്തനം നടത്തിയ ആളാണ്. എം വി ജയരാജൻ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ മാധുവും പിയാർസുലും ഒക്കെ പറയുന്നത് ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരുന്ന കാലത്ത് ഒരു കുളം, ആ കുളത്തിന്റെ പേരെന്താണ്, പരിക്കുളം അല്ലേ, പരിക്കളം കുളം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരുന്നപ്പോൾ ആകെ ജനപ്രതിനിധിയായിട്ട് 2 ടൈമിൽ ഇരുന്നപ്പോൾ ഒരു ടൈമിൽ ഒരു വിജിലൻസ് കേസ് കൂടി വാങ്ങിച്ചു വെച്ച കക്ഷിയാണ് ഈ പറയുന്ന ബെന്നി തോമസ്. ആള് ക്വാളിറ്റിയുള്ള ആളാണ്, അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. രാഷ്ട്രീയ പ്രേരിതമായിരിക്കാം കേസ്. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ ആ വിജിലൻസ് കേസ് ഇല്ലാതായി മാറി. പക്ഷേ അങ്ങനെ ഒരു ആരോപണം ഉയർത്തിയിട്ടുണ്ട് CPM. മാത്രമല്ല, ഞാനെടുത്ത് നോക്കിയിരുന്നു എം വി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടേക്കുന്നത് 10 പേരുടെ, മാധു പറഞ്ഞത് കറക്റ്റാണ്. അതിൽ 9 പേരും ബന്ധുക്കളും 10ാമത്തെ ആളുടെ ഡ്രൈവറുമാണ്. അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവർ എങ്ങനെയാണ് കെ സി ജോസഫിന്റെയുമാണ്. അപ്പോൾ മൊത്തത്തിൽ അടിപൊളി ബന്ധു നിയമനമാണ്. മാത്രമല്ല, അത് വായിച്ചു നോക്കുമ്പോൾ ഈ ഒരു ദിവസം സണ്ണി വക്കീലിന്റെ വീട്ടിലൊരു പരിപാടിയിൽ ഈ ബന്ധുക്കളെല്ലാവരും കൂടെ പങ്കെടുക്കാൻ തീരുമാനിച്ച ഉളിക്കലെയും കണ്ണൂർ ജില്ലാ ബാങ്കിലെയൊക്കെ ചില സഹകരണ സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. അത്രയും ആൾക്കാർ ഈ പറയുന്ന സണ്ണി ജോസഫിന്റെ വീട്ടിൽ തന്നെ സഹകരണ സ്ഥാപനങ്ങളിലുണ്ട് എന്നുള്ളതാണ്. അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. 9 പേരാണ്, സഹോദരൻ സഹോദരി തുടങ്ങി ഇങ്ങനെ നിരവധി ആളുകൾ ഒരേ ബാങ്കിൽ തന്നെ. അവരൊക്കെ മികച്ച സഹകരണ കുടുംബമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് തൽക്കാലം അത് വിടാം. ഒരു നല്ല സഹകരണ കുടുംബമാണത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ സഹകരണ കുടുംബം ക്യാബിനറ്റിലേക്ക് വരുമ്പോൾ സ്വഭാവം മാറിയത് കണ്ടല്ലോ. കുറച്ചൊക്കെ ജാഗ്രത വേണമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, അദ്ദേഹം പറയുന്നു നിയമപരമായ തടസ്സമില്ല. ഇത് നിയമപരമായ തടസ്സത്തിൻ്റെ പ്രശ്നമാണോ? നിയമപരമായ തടസ്സം ഉണ്ടായിരുന്നോ? ഈ സുധീർ നമ്പ്യാറിനെ നിയമിക്കുന്ന സമയത്ത് നിയമപരമായ തടസ്സം കെട്ടിയ ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം സ്വജനപക്ഷപാതം എന്ന മട്ടിൽ ലോകായുക്ത വരുമ്പോഴല്ലേ അത് വലിയ വിഷയമായിട്ട് മാറുന്നത്. ഇവിടെ മറ്റാരും കോൺഗ്രസിൽ വിശ്വസിക്കാൻ പറ്റുന്നവർ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. അത് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എൻ്റെ ബന്ധുവാണ് എന്ന് ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി. അതാണോ ഒരു പ്രധാനപ്പെട്ട? ബന്ധുവാണെന്ന് പറഞ്ഞിട്ട് നിയമനം നടത്തിയ ബന്ധു നിയമനം അല്ലാതായി മാറുമോ? ഇതെൻ്റെ അളിയനാണ്, എൻ്റെ അഡീഷണൽ സെക്രട്ടറി ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് കൊണ്ട് അത് ബന്ധു നിയമനം അല്ലാതായി മാറുന്നില്ല. അത് നിങ്ങൾ പരസ്യമായി തന്നെ പറയുക. എന്നിട്ട് പറയുക തൻ്റെ ചീഫ് ഏജന്റ് ആയിരുന്നു, DCC പ്രസിഡന്റ് ശുപാർശ ചെയ്തു, റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച പഞ്ചായത്ത് മെമ്പറാണെന്ന് ഓർമ്മ വേണം. പഞ്ചായത്ത് മെമ്പർ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ആവണം നിങ്ങൾക്ക് പാർട്ടി പിന്തുണയുണ്ടെങ്കിൽ. അതല്ലാതെ സ്വന്തം അളിയൻ്റെ വകുപ്പിൽ ഈ പറയുന്ന സ്പെഷ്യൽ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി ആയിട്ട് ഉള്ള നിയമനത്തിനുള്ള യോഗ്യതയല്ല പഞ്ചായത്തിൽ ജയിച്ചു കയറുക എന്നുള്ളത്. പിന്നെ അത്യന്തം ഖേദകരമായൊരു റിമാക്സ് വന്നത് ഈ സണ്ണി ജോസഫിനെ പ്രതിരോധിക്കാനുള്ള ആവേശത്തിനിടയിൽ കെ മുരളീധരൻ പറഞ്ഞതാണ്. പിണറായി വിജയനും മുഹമ്മദ് റിയാസും എങ്ങനെ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ പറ്റുക? മുഹമ്മദ് റിയാസ് ജനപ്രതിനിധിയായി ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്നയാളാണ്. അവിടെ ഇക്കുറിയും CPM അടിപതറുമ്പോൾ പോലും അവിടെ ബേപ്പൂരിൽ നിന്ന് വിജയിച്ചു വന്ന MLA ആണ്. അതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ബന്ധു നിയമനമായിട്ട് പറയാൻ കഴിയുക? അത് ജനങ്ങളുടെ നിയമനമാണ് സാർ. രണ്ടിനെയും നമുക്ക് താരതമ്യം ചെയ്യാനേ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗത്ത് നിങ്ങളുടെ MP ഉണ്ട്, ഇന്നിപ്പോൾ ആ MPയുടെ ഭാര്യ കേരളത്തിലെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായിട്ട് തുടരുന്നുണ്ട്. ബന്ധു നിയമനം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ പറ്റൂ? അങ്ങനെ ആക്ഷേപിക്കാൻ പറ്റില്ല. അതെന്തായാലും കെ മുരളീധരൻ്റെ ആ ഉപമയും തെറ്റായിപ്പോയി എന്നുള്ളതാണ്. ചുരുക്കത്തിൽ സർക്കാർ പ്രവർത്തനം ആരംഭിച്ച് 1 മാസത്തിനുള്ളിൽ ആദ്യത്തെ പ്രതിച്ഛായ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ആ പ്രതിച്ഛായ നഷ്ടം ആർക്കാണ് സംഭവിച്ചിരിക്കുന്നത്? സണ്ണി ജോസഫിനാണ് എന്നുള്ളതാണ് ഏറെ ഗൗരവമായി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. മാത്രമല്ല, ഇതിനകത്ത് ഒരു പ്രശ്നം കൂടിയുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ്. യഥാർത്ഥത്തിൽ ഇരട്ടപ്പദവിയുടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇദ്ദേഹത്തെ ആര് തിരുത്തും? KPCC ചർച്ചയൊക്കെ നടന്നു, ഹസൻ വിമർശിച്ചു. പക്ഷേ ആ വിമർശനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് അത് പക്ഷേ അതല്ല, അവിടെ സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള തർക്കം നടക്കുന്നുണ്ട്. പക്ഷെ നോക്കൂ, ആ ചുരുങ്ങിയ കാലത്തിനിടയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് ഈ ഇരട്ടപ്പദവിയുടെ പ്രശ്നം. നിങ്ങൾ ഒരേ സമയം KPCC അധ്യക്ഷനായും മന്ത്രിയായിട്ടും ഇരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനോ അതിനെ ഒന്ന് നിയന്ത്രിക്കാനോ പാർട്ടിക്ക് സംവിധാനം ഇല്ലാതായി പോകുന്ന അവസ്ഥ ഉണ്ടാവും. KPCC സണ്ണി എന്താ പറഞ്ഞത്? ഹസൻ വിമർശനമൊന്നും അത്ര വലിയ ക്രൂരമായ ഊരമ്പുള്ള വിമർശനമൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഒരു തഴുകിത്തലൂടിയുള്ള വിമർശനമാണ് ഹസൻ ഉന്നയിച്ചത്. ഹസൻ പറഞ്ഞത് ഇതൊക്കെ നിയമിക്കുന്ന സമയത്ത് ആലോചിക്കണം, പിന്നീട് വിവാദമാവും എന്നറിയത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു വിട്ടു. ബാക്കി ഒരു നേതാവ് എഴുന്നേറ്റ് കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല കേട്ടോ. ഒരു നേതാവും മിണ്ടിയില്ല. എല്ലാവരും പേഴ്സണലി കാണുമ്പോൾ പറയുന്നു എന്ത് പറയാനാ, നിയമിച്ചില്ലേ, അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്, പാർട്ടിക്ക് അതിനകത്ത് റോളില്ല. ഓരോ മന്ത്രിയുടെയും പേഴ്സണൽ സ്റ്റാഫിനെ തീരുമാനിക്കുന്നത്. മുസ്ലിം ലീഗ് അങ്ങനെയല്ല തീരുമാനിച്ചത്. മുസ്ലിം ലീഗ് പറഞ്ഞു അത് പാർട്ടി തീരുമാനിച്ചിട്ട് നിയമനം. മാനദണ്ഡം പറഞ്ഞു. ആ മാനദണ്ഡം പറഞ്ഞപ്പോൾ അതിനേക്കാൾ കുഴപ്പമായി. അല്ല, അപ്പോൾ തന്നെ വീണ്ടും കുഴപ്പമായി. മന്ത്രിക്ക് താല്പര്യമുള്ളവരെ പാർട്ടി തീരുമാനിക്കില്ല, പാർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് മന്ത്രിയെ താല്പര്യമില്ല. മൊത്തത്തിൽ അവിടെ ഈ പേഴ്സണൽ സ്റ്റാഫ് നിയമനമൊക്കെ വളരെ കോമഡിയാണ്. പക്ഷേ എങ്കിലും ഇത് വല്ലാത്ത ഒരു തീരുമാനമായി പോയിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ പ്രതിച്ഛായ നഷ്ടം സണ്ണി ജോസഫിന് സംഭവിച്ചു. എന്തോ കൂട്ടിച്ചേർക്കാനുണ്ടായിരുന്നു. ജയരാജൻ ഉന്നയിച്ച മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ 24,945 റാങ്ക് കിട്ടിയ ആൾക്ക് നിയമനം കിട്ടി, അല്ല സീറ്റ് കിട്ടി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ എങ്ങനെയാണ് സീറ്റ് കിട്ടുന്നത്, നിയമനമല്ല സീറ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ മുൻകാല പ്രാബല്യത്തോട് പരിശോധിക്കാം. തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടതാണ്. നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും. അപ്പൊ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ. സോ ഇനി അവിടെ പരിശോധന നടത്തുന്ന ആരെങ്കിലും നടത്തിട്ട് ഇങ്ങനെ ഒരു മാത്രമല്ല നോക്കൂ, ഇതിപ്പോ ഈ കുട്ടിയുടെ റാങ്ക് അടക്കം ജയരാജൻ ഉന്നയിച്ചു കഴിഞ്ഞല്ലോ.
അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അങ്ങനെ 24,000 റാങ്ക് കിട്ടിയ ഒരാൾക്ക് പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി കിട്ടി. അദ്ദേഹം മുൻപ് പരിയാരത്ത് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, ഈവൻ അങ്ങനെയാണെങ്കിലും. അപ്പോൾ അങ്ങനെയല്ല എന്ന് അദ്ദേഹത്തിന് ഉറച്ച ബോധ്യം ഉണ്ടാകണം. 24,945 റാങ്ക് കിട്ടിയ ഒരു കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ആധികാരികമായ നോളജ് ഉണ്ടാകണം. പക്ഷെ അവിടെ അത് നടന്നു. അതെങ്ങനെ നടന്നു? ഒരു ചോദ്യമല്ലേ, എങ്ങനെ നടന്നു? അപ്പോൾ അത് അന്വേഷിക്കണം. അങ്ങനെ ആ റാങ്ക് ലിസ്റ്റിന് വിപരീതമായി അവിടെ ആർക്കൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നതും അന്വേഷിക്കാവുന്നതാണ്. ഈ ഒരു ഏറ്റവും കുറഞ്ഞത് ഈ ഒരു കമ്പ്യൂട്ടറൈസേഷൻ ഒക്കെ വന്നതിന് ശേഷമുള്ളത് വേണമെങ്കിൽ അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, തീർച്ചയായിട്ടും അത് അന്വേഷിക്കുമായിരിക്കും. പക്ഷേ എന്തായാലും ആദ്യത്തെ പ്രതിച്ഛായ നഷ്ടം സണ്ണി ജോസഫിനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല വൈദ്യുതി വകുപ്പ് പോലൊരു വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൽ സ്വകാര്യവൽക്കരണത്തിനെക്കുറിച്ചുള്ള ചില സൂചനകളൊക്കെ ഈ ധവളപത്രത്തിൽ താനും. ഇനി അതുമായിട്ടൊക്കെ വരുമ്പോൾ അതിൻ്റെ കരാറുകൾ ഇതൊക്കെ വരുന്ന സമയത്ത് ബന്ധു നിയമനം നടത്തിയ മന്ത്രി എന്ന മട്ടിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ആളുകൾ അദ്ദേഹത്തെ കാണുക. എന്തായാലും എത്രയും നേരത്തെ, അല്പം വൈകിയാണെങ്കിൽ പോലും അത് സാധിച്ചു, രാജി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അളിയൻ അയോഗ്യനായി. പ്രതികരണത്തിന് വേണ്ടിയാണ് നമ്മൾ കാക്കുന്നത്. എന്തുകൊണ്ട് രാജിവെച്ചു എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ അത് നേരത്തെ മാധു പറഞ്ഞതുപോലെ അത് അളിയൻ്റെ ഔദാര്യമായിട്ട് മാത്രം ദയവ് ചെയ്ത് പ്രതിരോധിക്കാൻ ശ്രമിക്കരുത്. അത് അളിയൻ്റെ ഔദാര്യമല്ല, അത് ഒരു സംശയത്തിനതീതമായി ഒരു സംവിധാനം പ്രവർത്തിക്കണം എന്നുള്ള പൊതുബോധത്തിൽ നിന്നുകൊണ്ട് എടുത്ത തീരുമാനം എന്ന മട്ടിൽ വേണം അത് അവതരിപ്പിക്കാൻ. അത് നാളെ വന്നിട്ട് ഇതാ മാതൃകാപരമായി രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാതൃകാപരമായ നിയമനം, മാതൃകാപരമായി രാജി എന്നൊന്നില്ലല്ലോ. Meet the editors.